ചർച്ചയിൽ ശ്രീ ജോസഫ് വാഴക്കൻ, ശ്രീ പി എം മനോജ്, ശ്രീ സി ആർ നീലകണ്ഠൻ, ശ്രീ ജേക്കബ് ജോർജ് എന്നിവരാണ് പങ്കെടുക്കുന്നത്. ശ്രീ ജോസഫ് വാഴക്കൻ, കേവലം IAS IPS ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ഒരു പോര് എന്ന നിലയ്ക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ വളർന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ KM എബ്രഹാമിൻ്റെ റിപ്പോർട്ടിൻ്റെ വിശദവിവരങ്ങൾ പുറത്തു കിട്ടിയിരിക്കുന്നു. അതോടൊപ്പം ചീഫ് സെക്രട്ടറിയുടെ ശുപാർശ മുഖ്യമന്ത്രി നിയമോപദേശത്തിനായി നൽകിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ വ്യക്തതയുണ്ട് കാര്യങ്ങൾക്ക്. അതിനെ നമ്മൾ ഇനിയിപ്പോൾ കൃത്യമായി IAS IPS എന്ന തർക്കത്തിനപ്പുറത്തേക്ക് ജേക്കബ് തോമസിലേക്ക് തന്നെ കാര്യങ്ങളെ എത്തിക്കാനാവില്ലേ? അല്ല, ജേക്കബ് തോമസിനെ മാറ്റാനായിട്ട് വളരെ നേരത്തെ തന്നെ CPM-ൻ്റെ അകത്തു നിന്ന് ശക്തമായ സമ്മർദ്ദമുണ്ടായിരുന്നു. പക്ഷേ ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു അഴിമതി വിരുദ്ധ പോരാട്ടം നടത്തുന്നു എന്നുള്ളൊരു പ്രതിച്ഛായ കഴിഞ്ഞ മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം ഇങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അത് കാരണം നേരത്തെ അദ്ദേഹത്തിൻ്റെ ഇമേജ് മോശമായിരുന്നതുകൊണ്ട്, പക്ഷേ അദ്ദേഹത്തിന് അധികം കാലം അത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ആദ്യം തന്നെ ബോധ്യമായിരുന്നു. ഇന്നിപ്പോൾ അത് തെളിഞ്ഞിരിക്കുന്നു. ജേക്കബ് തോമസിനെ മാറ്റാൻ അവർ രാഷ്ട്രീയമായ തീരുമാനമെടുത്തിരിക്കുന്നു. അതിന് അവർ IAS-കാരുടെ ഒരു മേൽപ്പഴി അല്ലെങ്കിൽ IAS-കാരുടെ പേരിൽ, അവരുടെ ഈ തർക്കത്തിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ അവരുടെ പരാതിയുടെ പേരിലാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏതായാലും വരും ദിവസങ്ങളിൽ ജേക്കബ് തോമസ് ആ സ്ഥാനത്തുണ്ടാവില്ല. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കരുക്കളും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള 3 മന്ത്രിമാരുടെ പേരിൽ തന്നെ വിജിലൻസ് എൻക്വയറി നടക്കുന്നുണ്ട്. പിന്നെ CPM-വുമായി ബന്ധമുള്ള മറ്റ് നിരവധി കേന്ദ്രങ്ങളുടെ നിരവധി ആളുകളുടെ പേരിൽ വിജിലൻസിൻ്റെ എൻക്വയറി നടക്കുന്നുണ്ട്. അത് ജേക്കബ് തോമസ് അവിടെ ഇരുന്നാൽ അത് അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള ഒരു ചിന്ത ആ പാർട്ടിയിൽ വളരെ ശക്തമാണ്. ഇത് വളരെ നേരത്തെ തന്നെ ഞങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. പക്ഷേ ശ്രീ ജോസഫ് VS പറഞ്ഞ കണക്കിലാണെങ്കിൽ അവിടെ ജേക്കബ് തോമസ് ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം വിജിലൻസിന്റെ അന്വേഷണങ്ങൾ ഒന്നും എത്തുന്നില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ പരാതിയായി അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ജേക്കബ് തോമസിന് വേണ്ടി വാദിക്കുമ്പോൾ തന്നെ ആ നിലയ്ക്ക് രാഷ്ട്രീയമായി ജേക്കബ് തോമസ് ഇരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറയേണ്ടി വരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം താങ്കളുടെ വാദത്തോട് ചേർത്ത് വെച്ച് പറയാനുള്ളത്, അതിനെ ഖണ്ഡിക്കുന്ന തരത്തിൽ പറയാനുള്ളത്, ഇതൊരു രാഷ്ട്രീയ താല്പര്യമോ അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള തർക്കത്തിൻ്റെ ഭാഗമോ ആണ് എന്ന് പറഞ്ഞു വെക്കുന്നതിന് അപ്പുറത്തേക്ക് പോകുന്നുണ്ട് KM എബ്രഹാമിൻ്റെ റിപ്പോർട്ട്. കാരണം ഈ 330 പേജുകൾ അദ്ദേഹം എഴുതി തയ്യാറാക്കണമെങ്കിൽ അതിൻ്റെ തെളിവുകളടക്കം ഈ 330 പേജുകൾ അദ്ദേഹം എഴുതി തയ്യാറാക്കിയിരിക്കുന്നത്, ആ റിപ്പോർട്ടിൽ ഈ 27 കൃത്യം പോയിന്റുകൾ എടുത്തു പറയുന്നതൊക്കെ ഈ തർക്കത്തിൻ്റെ ഭാഗമാണ് എന്ന് ലളിതമായി പറയാൻ കഴിയില്ല. കൃത്യമായ തെളിവുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഒരു വിശുദ്ധ പശുവാണ്, അദ്ദേഹത്തിനെതിരെ ആര് പറഞ്ഞാലും അത് കുഴപ്പമാണ് എന്ന മട്ടിൽ കരുതി ഒരു വാദം വേണോ? അല്ല, ഞാൻ ആ രീതിയിലുള്ളൊരു വാദമല്ല ഞാൻ ഉന്നയിക്കുന്നത്. ഇത് നേരത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. നേരത്തെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ഉണ്ടായപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് എന്താണ് നിലപാട് സ്വീകരിച്ചത്? സംസ്ഥാന ഗവൺമെൻറ് അന്ന് AG-യെ തന്നെ രംഗത്തിറക്കി അന്ന് ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹം അങ്ങനെയൊന്നും അല്ല, അതൊന്നും ഈ പറയുന്ന ആരോപണങ്ങൾക്കൊന്നും ശരിയല്ല, അതിനൊന്നും അടിസ്ഥാനമില്ല, അതുകൊണ്ട് വേറെ മറ്റ് അന്വേഷണങ്ങളൊന്നും വേണ്ട എന്ന് സംസ്ഥാന ഗവൺമെൻറ് തന്നെ നിലപാടെടുത്തിരുന്ന. അപ്പോൾ അന്ന് എന്തിനായിരുന്നു ആ നിലപാടെടുത്തത്? അന്ന് ശ്രീ പിണറായി വിജയന് അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഒരു ഇമേജ് കിട്ടാൻ വേണ്ടി മാത്രം നടത്തിയ ഒരു കളിയായിരുന്നു അന്നും അത്. അല്ല എങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ കാരണം ഈ മന്ത്രിമാർക്കെതിരെയുള്ള അന്വേഷണമാണ് എന്നാണോ കാരണം? മന്ത്രിമാർക്കെതിരെയും CPM-ന് അനിഷ്ടമായ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. കുറച്ചുകൂടി അവരുടെ നിയന്ത്രണത്തിൽ വരുന്ന ഒരാളുടെ കൈകളിലേക്ക് ഇത് കൊടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ആദ്യം തന്നെ പോലീസ് ഓഫീസേഴ്സിന് എല്ലാ SP-മാരും ആദ്യം IPS-കാരായിരുന്നു. എല്ലാത്തിനും മാറ്റിയില്ലേ? ഇപ്പോൾ കംപ്ലീറ്റ് കൺഫേർഡ് IPS-കാരല്ല ഇപ്പോൾ എല്ലായിടത്തും SP-മാരായി വന്നിരിക്കുന്നത്. ഓരോ സ്ഥലത്തും നമുക്കറിയാം ഈ ഗവൺമെൻറ് പറയുന്നതിന് മുമ്പ് തന്നെ അവർ ആഗ്രഹിക്കുന്ന പോലെ ആക്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇതൊക്കെ ആദ്യം കൊണ്ടുവന്നൊരു ഇമേജാണ്. അതൊക്കെ 3-4 മാസം കൊണ്ടത് മാറ്റേണ്ടി വന്നു. ഇപ്പോൾ കണ്ണൂരിലെ CPM-ൻ്റെ നേതൃത്വത്തിൽ അവിടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ അവിടെ സമാധാന ചർച്ച വെച്ചിട്ട് P. ജയരാജനോ EP ജയരാജനോ ഒന്നും പോകാൻ പോലും തയ്യാറായില്ല. അവർ ഓഫീസിലെ അവരുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫിനെ ആരെയോ പറഞ്ഞു വിട്ടേക്കുന്നത്.
അപ്പോൾ അതൊക്കെ പിണറായി വിജയനുമായിട്ട് അവർക്ക് അവരുടെ അഭിപ്രായ വ്യത്യാസം അവർ കാണിക്കുകയാണ് ചെയ്തത്. പിണറായി വിജയനും ഇതൊക്കെ അറിയാം. താല്പര്യം കൊണ്ട് രാഷ്ട്രീയം കൊണ്ട് ഉണ്ടാവുന്ന ഒരു നടപടി അല്ലെങ്കിൽ ഈ നിയമ ഉപദേശത്തിന്റെ തുടർച്ചയായി ജേക്കബ് തോമസിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമെന്ന് തന്നെയാണ് താങ്കൾ വിലയിരുത്തുന്നത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ PM മനോജ്, ഇത് പക്ഷേ ആ വാദത്തെ കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ റിപ്പോർട്ട്, ഇത് സംബന്ധിച്ച റിപ്പോർട്ട് മുഖ്യമന്ത്രി തീരുമാനമെടുക്കട്ടെ എന്ന് ഫിനാൻസ് മിനിസ്റ്റർ എഴുതി നൽകിക്കൊണ്ട് അദ്ദേഹം ഫോർവേഡ് ചെയ്തതിന് ശേഷം 1.5 മാസം മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തിരുന്നു. ആ ഘട്ടത്തിൽ തന്നെയാണ് ഈ ഉദ്യോഗസ്ഥർ, IAS ഉദ്യോഗസ്ഥർ പരാതിയുമായി, ഈ ജേക്കബ് തോമസിനെതിരെ പരാതിയുമായി അവിടെ ചെല്ലുന്നത്. ആ ഘട്ടത്തിലും മുഖ്യമന്ത്രി ഇതിന്മേലൊരു നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ല. KM എബ്രഹാം തന്നെ ഈ റിപ്പോർട്ടിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി, അപ്പോഴും നടപടി ഉണ്ടായില്ല. അപ്പോൾ ജേക്കബ് തോമസ് അവിടെ ഇരിക്കുക എന്നത് തന്നെയായിരുന്നു ആ ഘട്ടത്തിലൊക്കെ സർക്കാരിൻ്റെ ആഗ്രഹം എന്ന് തോന്നും ആ നടപടികൾ കണ്ടാൽ. യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്താ? ഇതിൽ 2 കാര്യമുണ്ട്. ഒന്ന്, ആത്മാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീ ജോസഫ് വാഴയ്ക്കൻ പറഞ്ഞത്, അത് ഏത് വാഴയ്ക്കനും പറയാൻ കഴിയുന്നതാണ്. കാരണം കോൺഗ്രസ്സിലിരിക്കുന്ന ഒരാൾക്ക് അഴിമതി വിരുദ്ധ പ്രതിച്ഛായ എന്നൊന്നും ഉണ്ടാവില്ല ഒരിക്കലും. അതുകൊണ്ട് തന്നെ ആരെന്ത് അഴിമതിക്കെതിരെ പറഞ്ഞാലും അത് പ്രതിച്ഛായ ഉണ്ടാക്കാനാണെന്ന് അദ്ദേഹത്തിന് ന്യായമായും സംശയിക്കാം. അതിൽ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടാമത്തേത് വസ്തുതയുടെ വശമാണ്. കോൺഗ്രസ് തന്നെ, ശ്രീ വാഴയ്ക്കൻ്റെ പാർട്ടി തന്നെ ഒരു കൃത്യമായൊരു അഭിപ്രായത്തിൽ എത്തേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഇതിനു മുമ്പ് ഇതേ വിഷയം ചർച്ച ചെയ്തപ്പോൾ ജേക്കബ് തോമസിനെതിരെ വാളെടുത്ത് നടന്ന ആളുകളാണ് ഇവരാകെ. ഇപ്പോഴ് ജേക്കബ് തോമസിനെ ഒഴിവാക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നു എന്നാണ് ഇവരുടെ ആക്ഷേപം. എന്നാൽ ഇപ്പോൾ അർഷൻ ചോദിച്ചു തന്നെ പറയാം, ഈ വിഷയം ഫിനാൻസ് ഇൻസ്പെക്ഷൻ വിങ്ങിൻ്റെ റിപ്പോർട്ട്, KM എബ്രഹാം എഴുതിയ റിപ്പോർട്ട്, അതിൻ്റെ മേൽ ചീഫ് സെക്രട്ടറി നൽകിയ ശുപാർശ സ്വാഭാവികമായും ഫിനാൻസ് മിനിസ്റ്റർ കാണുന്നു, അത് മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്ക് എത്തുന്നു. മുഖ്യമന്ത്രി അത് കിട്ടിയ അന്ന് തന്നെ അത് മറ്റൊരു നടപടിക്കായി അയക്കണം എന്ന അഭിപ്രായക്കാരനല്ല ഞാൻ. കാരണം ഇതുപോലൊരു വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാകുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ മെറിറ്റ് പരിശോധിക്കാൻ സ്വയം ഒരു പരിശോധന നടത്തിയിട്ടാണല്ലോ അടുത്തതിലേക്ക് കൊടുക്കുക. അങ്ങനെ പരിശോധന നടത്തുന്നു. അത് കഴിഞ്ഞ് സ്വന്തമായിട്ടൊരു തീരുമാനത്തിലേക്ക് നിയമവശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യമാകുമ്പോൾ സ്വന്തമായിട്ട് മുഖ്യമന്ത്രിക്ക് തീരുമാനമെടുക്കാനാവില്ല. അതിന് നിയമോപദേശത്തിൻ്റെ പിൻബലം വേണം. അത് ഒന്നുകിൽ DGP, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജനറൽ, ഇതിൽ രണ്ടിലൊരാളുടെ ശുപാർശയാണ് വാങ്ങേണ്ടത്. അത് സ്വാഭാവിക നടപടിക്രമം എന്ന നിലയിലാണ് മുഖ്യമന്ത്രി ഇത് അടുത്ത ഘട്ടത്തിലേക്ക്. അല്ലാതെ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തിൻ്റെ എക്കാലവും ഈ ഫയല് നിന്ന് കഴിഞ്ഞാൽ ജോസഫ് വാഴയ്ക്കൻ വേറെന്ന് പറയും. എന്ത്, ഈ ജേക്കബ് തോമസിനെ സംരക്ഷിക്കുന്നു, ഇത്രയും വലിയൊരു റിപ്പോർട്ട്, KM എബ്രഹാം നൽകിയ റിപ്പോർട്ട് ഫിനാൻസ് ഇൻസ്പെക്ഷൻ വിങ്ങിൻ്റെതാണ്. ആ റിപ്പോർട്ടിൽ ഈ 27 കാരണങ്ങൾ അക്കമിട്ട് നിരത്തിയിട്ട് പോലും ജേക്കബ് തോമസിനെ സംരക്ഷിക്കാൻ ഇടമലക്കുടിയിൽ ഒരു ആം ആദ്മി പാർട്ടി നേതാവിനെ പോലെ കടന്നു ചെന്ന ജേക്കബ് തോമസ് എന്ന അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുള്ള നേതാവിനെ, ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ ഗളഹസ്തം ചെയ്യാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നു എന്ന മട്ടിലുള്ള വാദം ഒരു ഭാഗത്ത് വരും, സംരക്ഷിക്കാനെന്ന ഭാഗം ഒരു ഭാഗത്ത് വരും. അങ്ങനെ ഈ സ്വയം നിശ്ചയം ഉണ്ടാകുമ്പോഴാണല്ലോ, ഏതെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടാകുമ്പോഴാണല്ലോ. ഒരു അഭിപ്രായവുമില്ലാത്ത ഇത്തരം വിമർശനങ്ങൾ അത് വരാതിരിക്കാനും നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ, കാര്യത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് മുഖ്യമന്ത്രി തീരുമാനിച്ച ഒരു സ്വാഭാവിക നടപടിക്രമമാണ് ഇന്നുണ്ടായത്. അതിലപ്പുറമുള്ള രാഷ്ട്രീയ മാനം അതിനില്ല. തീർച്ചയായും. പക്ഷേ അതിനൊരു രാഷ്ട്രീയ മാനം കൊടുക്കുന്നുണ്ട് VS അച്യുതാനന്ദനും. അദ്ദേഹം ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും കാര്യവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ഞാനില്ല. കാരണം അദ്ദേഹം ഭരണപരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് ഇത്തരം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ചിന്തിക്കേണ്ടി വരും, അദ്ദേഹം അഭിപ്രായം പറയേണ്ടി വരും. അതിന് വലിയൊരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി തീരുമാനിച്ച കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അങ്ങനെ നിശ്ചിതമായ നിയതമായ തീരുമാനം. ആ കമ്മിറ്റിയുടെ തീരുമാനമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം വളരെ കൃത്യമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് അദ്ദേഹം ആരോപിച്ചിരിക്കുകയാണ്, ആവശ്യപ്പെടലല്ല. അദ്ദേഹം ആരോപിക്കുന്നത് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചക്കളത്തി പോരാട്ടത്തിന്റെ ഭാഗമായി ജേക്കബ് തോമസിനെതിരെ നീങ്ങുന്നു IAS ഉദ്യോഗസ്ഥർ. ആ നിലയ്ക്കാണ് KM എബ്രഹാമിന്റെ റിപ്പോർട്ടിനെ കാണേണ്ടത് എന്നാണ്. സർക്കാർ അതിനെ മുഖവിലേക്ക് എടുക്കുന്നു. തീർച്ചയായും അത്തരം IAS, IPS, അത് കഴിഞ്ഞ് സബോർഡിനേറ്റ് ലെവലുള്ള ഉദ്യോഗസ്ഥർ, ഇവർ തമ്മിലുള്ള ബന്ധം, ഇവർ തമ്മിലുള്ള ഐക്യം, ഇതൊക്കെ ഒരു ഭരണപരിഷ്കരണ നടപടിയുടെ ഭാഗമായിട്ട് അദ്ദേഹം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് അതിൻ്റെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമല്ലോ. അന്നേരമാണ് അത് സംബന്ധിച്ച് നമുക്ക് ആധികാരികമായിട്ട് അഭിപ്രായം പറയാൻ കഴിയുക. അല്ലാതെ നമ്മൾ ഓരോ ദിവസം ഓരോ പ്രസ്താവനയുടെ ഭാഗമായിട്ട് അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. പക്ഷേ ഈ വിഷയത്തിൽ CPM-ൽ പല തലത്തിലുള്ള ആശങ്കയുണ്ട് എന്ന് കരുതാം അദ്ദേഹത്തിൻ്റെ. അല്ല,
ക്രമപരിഷ്കരണ കമ്മീഷന്റെ അഭിപ്രായങ്ങളും CPM-ന്റെ അഭിപ്രായങ്ങളും തമ്മിൽ കൂട്ടിക്കൊടുക്കേണ്ടതില്ല. തീർച്ചയായും ഞാൻ തിരിച്ചു വരാം. ശ്രീ ജേക്കബ് ജോർജ്, ഇത് ബോധപൂർവമുള്ള ഒരു പടച്ചുണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണ് എന്ന നിലയ്ക്ക് നമുക്ക് പരിഗണിക്കാൻ കഴിയുമോ? കാരണം ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാകുന്നു എന്നതും അതല്ലെങ്കിൽ ഈ നിലയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ KM എബ്രഹാം ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, ആ റിപ്പോർട്ടിൽ കുറേ വിവരങ്ങളുണ്ട് എന്നൊക്കെയാണ് ഇതുവരെ പുറത്തു വന്ന കാര്യങ്ങൾ. പക്ഷേ ഇതിപ്പോഴങ്ങനെയല്ല. കൃത്യമായി എന്തൊക്കെയാണ് ആരോപണങ്ങൾ 27 എണ്ണം അക്കമിട്ട് അദ്ദേഹം പറയുന്നു. ആ റിപ്പോർട്ടിൽ കൃത്യമായി ആ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിന്മേൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ബോധ്യപ്പെട്ടു എന്ന നിലയ്ക്ക് ഇപ്പോൾ ചീഫ് സെക്രട്ടറി ആ റിപ്പോർട്ടിന്മേൽ ഒരു നടപടിക്ക് ശുപാർശ ചെയ്യുമ്പോൾ അത് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞ് 6 പോയിന്റുകൾ അദ്ദേഹം ഈ ഫോർജറിയും ചീറ്റിങ്ങും അടക്കം 6 പോയിന്റുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ നടപടിക്കായി ശുപാർശ ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ഉദ്യോഗസ്ഥർ IAS ഉദ്യോഗസ്ഥരെല്ലാം കൂടി അങ്ങനെ ഒരു ഗൂഢാലോചനയൊക്കെ നടത്തി ഇങ്ങനെ ഒരു സംവിധാനം തയ്യാറാക്കുന്നു. അങ്ങനെ ഒരു സാധ്യതയില്ല. കാരണം IAS ഉദ്യോഗസ്ഥരെല്ലാം കൂടി അല്ല ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ധനകാര്യ സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്ന നിലയ്ക്ക് KM എബ്രഹാമാണ്, ഡോക്ടർ KM എബ്രഹാം. അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം അദ്ദേഹം അങ്ങനെ വെറുതെ കുഞ്ഞുകളിക്കാണ് നിൽക്കത്തില്ല. അദ്ദേഹം അങ്ങനെ വ്യക്തി വൈരാഗ്യം വെച്ചിട്ട് ഇതുപോലെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമെന്നും തോന്നുന്നില്ല. ഇത് ഈ IAS-ൽ ഈ പറയപ്പെടുന്ന സംഘർഷമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ അന്വേഷണം നടത്തുന്നതാണ്. കാലാകാലങ്ങളിലെ മനോജും ഞാനും ഒക്കെ തിരുവനന്തപുരത്തെ പത്രക്കാരാണ്. നമ്മളൊക്കെ ഈ ഫിനാൻഷ്യൽ ഇൻസ്പെക്ഷൻ വിങ്ങിൻ്റെ അന്വേഷണമൊക്കെ ഇങ്ങനെ വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് നല്ല റിപ്പോർട്ട് കിട്ടും, അന്വേഷണം നല്ല പ്രാധാന്യത്തോട് കൊടുക്കും. ഇവിടെ KM എബ്രഹാം കുറേ കാലമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. KM എബ്രഹാമിൻ്റെ അന്വേഷണം അറിയാമല്ലോ. ഇപ്പോൾ ഒരാൾ തിഹാർ ജയിലിൽ ഇപ്പം കിടക്കുന്നില്ലേ, ജാമ്യത്തിലാണ്, പരോളിൽ ഇറങ്ങിയിരിക്കുകയാണ്. സുബ്രതോ റോയി, സഹാറയുടെ ഉടമസ്ഥൻ. കോടികളെ 20,000 കോടിയുടെ കണക്കാണ്. ശരിക്കും പറഞ്ഞാൽ ആ 20,000 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ സഹാറ എന്ന വലിയ ഭീമൻ സാമ്രാജ്യത്തിൻ്റെ ഉടമസ്ഥനെ ജയിലിൽ പിടിച്ചിടാൻ കഴിഞ്ഞ ആളാണ് KM എബ്രഹാം, സെബിയിൽ അംഗമായിരിക്കെ. അതുകൊണ്ട് അദ്ദേഹത്തിനുണ്ടായ നഷ്ടങ്ങൾ, സെബിയുടെ ചെയർമാനാകേണ്ട ആളായിരുന്നു KM എബ്രഹാം. കോൺഗ്രസ് ഗവൺമെൻറ് അത് തകർത്തു. ഉന്നതന്മാരോടാണ്. പക്ഷേ ഈ റിപ്പോർട്ടിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്, ഈ നിലയ്ക്ക് കാര്യങ്ങൾ ഇത്ര കൃത്യമായി ഇതുവരെ ആ പുറത്തു വന്നിരിക്കുന്ന 10 പേജ് വായിച്ചു നോക്കിയാൽ പഴുതടച്ച റിപ്പോർട്ടാണ്, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ആ പഴുതടച്ച റിപ്പോർട്ടിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത് അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റ് അളന്ന സംഭവമാണ്. അല്ലല്ല, എനിക്ക് തോന്നുന്നില്ല. അതിന് മുമ്പ് തന്നെ ഞാൻ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. റിപ്പോർട്ട് ഇപ്പോൾ ഇതാ ഹർഷൻ്റെ മേശപ്പുറത്ത് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ എനിക്കിതിൻ്റെ വരവ് അറിയാമായിരുന്നു. അതിന് നമുക്ക് നമ്മുടേതായൊരു സോഴ്സുകൾ ഉണ്ടായിരുന്നു. ഇത് KM എബ്രഹാം അങ്ങനെ എഴുതാൻ പറ്റില്ലല്ലോ. KM എബ്രഹാമിന്റെ ഫ്ലാറ്റിന്റെ അളവെടുത്തതെന്നാ. തീർച്ചയായും. പക്ഷേ ഇത് ഡിസംബർ മാസമാണ്. ഇത് ഡിസംബർ മാസത്തിലാണ് ഇത് ധനകാര്യമന്ത്രിയുടെ ഡിസംബർ 3-ാം തീയതി. ഇതൊക്കെ എനിക്കറിയാം. 1 വർഷമായിട്ട് നടന്നുകൊണ്ടിരുന്ന അന്വേഷണമാണ്. യാതൊരു സംശയവുമില്ല. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. എനിക്ക് സംശയമൊന്നുമില്ല. പോട്ടെ, അതൊന്നും. ഇതിന്റെ കണ്ടന്റിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ജേക്കബ് തോമസിനോ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനോ അത് തീർച്ചയായിട്ടും വാദിക്കാമല്ലോ. KM എബ്രഹാമിനെ തന്നെ പ്രതിക്കൂട്ടിലാക്കാമല്ലോ. ഇത് വൈര്യനിരാതൻ്റെ ബുദ്ധിയോടുകൂടി ചെയ്ത കാര്യമാണ്, ഞാൻ ഫ്ലാറ്റ് അളന്നതിൻ്റെ പ്രതികാരമായിട്ട് ചെയ്തതാണ് എന്ന് പറയാൻ അദ്ദേഹത്തിന് നല്ലൊരു കോഴ്സും ഉണ്ടല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് ചീഫ് സെക്രട്ടറി എൻഡോസ് ചെയ്തിരിക്കുന്നു. ചീഫ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് ഇതിനകത്ത് 27-28 കാര്യങ്ങൾ, കുറ്റകൃത്യങ്ങൾ അക്കമിട്ട് പറയുന്നുണ്ട്. K. ഷാജി എന്നൊരു ഉദ്യോഗസ്ഥൻ, അതിവിടുത്തെ ചീഫ് എഞ്ചിനീയറാണ്. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ വളരെ ലളിതമായി അദ്ദേഹം വിശദീകരിച്ചിട്ടുമുണ്ട്. അൺഡ്യൂലി ഫേവറിംഗ് എ ഫോറിൻ കമ്പനി അഗെയിൻസ്റ്റ് എ ഡൊമസ്റ്റിക് പബ്ലിക് സെക്ടർ കമ്പനി, അത് ഒന്നാമത്തേത്. മറ്റേത് പോസിബിൾ ഫോർജറി, മൂന്നാമത്തേത് ചീറ്റിംഗ്, പിന്നെ നാലാമത്തേത് ഡെലിബറേറ്റ് മിസ്പ്രസൻറ്റേഷൻ ഓഫ് ഫാക്ട്സ് ടു ഗവൺമെൻറ്. അതുപോലെ അബ്യൂസിങ് ദ ടെൻഡർ പ്രോസസ് ടു റിസോർട്ട് ദ ഔട്ട്കം. അങ്ങനെ എടുത്തെടുത്ത 5 പോയിന്റ് വളരെ കൃത്യമായി ചീഫ് സെക്രട്ടറിയുടെ ബോധ്യമായി അദ്ദേഹം പറയുന്നുണ്ട്. അത് ആ നിലയ്ക്ക് വളരെ ചീഫ് സെക്രട്ടറി അവസാനം പറയുന്നത്, ഇറ്റ് ഈസ് സ്ട്രോങ്ലി ഫെൽറ്റ് ദാറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് എൻക്വയറി വിൽ നോട്ട് സെർവ് ദ പർപ്പസ്. എ പോലീസ് എൻക്വയറി അണ്ടർ എ ടീം ഓഫ് 2 or 3 senior and efficient officers ably supported by technical experts of impeccable credentials can carry out the investigation. This may be ordered. അതുകൊണ്ട് അദ്ദേഹത്തെ